പശ്ചിമബംഗാളിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി കസ്ബാസിലാണ് സംഭവം. നിയമവിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിനിരയായത്. സംഭവത്തിൽ 3 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, നേരത്തെ ഒരു മെഡിക്കൽ ആശുപത്രിയിലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു കൂട്ടബലാത്സംഗത്തിനിരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴിതാ ഒരു നിയമവിദ്യാർത്ഥിനി കൂടി വീണ്ടും പശ്ചിമബംഗാളിൽ നിന്ന്. എന്തൊക്കെ വിവരങ്ങൾ? ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അത്തരത്തിൽ ഖേദകരമായ ഒരു വാർത്ത കൊൽക്കത്തയിൽ നിന്നും വരുന്നത്. കൊൽക്കത്തയിലെ കസ്ബയിലാണ് നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗം 25-ാം തീയതി 7:30-ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പെൺകുട്ടി ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചുവെന്നും സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 പേരും ഈ കോളേജ് നിയമ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. 3 പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരന്തരമായി ഇത്തരം ആക്രമണങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കം മമതാ സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങളും വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൊൽക്കത്തയിൽ സുരക്ഷിതരല്ല എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജിംഷ. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമബംഗാളിൽ നിന്നും വീണ്ടും കൂട്ടബലാത്സംഗത്തിൻ്റെ വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്.